This royal throne of kings, this sceptred ire, this earth of majesty, this seat of Mars, this other Eden, demi-paradise, this fortress built by nature for herself against infection and the hand of war, this happy breed of men, this little world, this precious stone set in the silver sea against the envy of less happier lands, this blessed plot, this earth, this realm, it's all mine. നീളമേറിയ കഴുത്തീരം, കരയിൽ സിന്ദൂര വർണ്ണമണിഞ്ഞ ചെമ്മൺ കുന്നുകൾ, അവയിൽ നിന്നും എക്കാലവും ഉറവപ്പൊട്ടുന്ന തെളിനീരിന്റെ മാധുര്യം, അനന്യമായ പ്രകൃതി സൗന്ദര്യമാണ് വർക്കല ഒരുക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിലൊന്നാണ് വർക്കല പാപനാശം ബീച്ച്. വർക്കല ബീച്ചിൽ നിന്നുള്ള സൂര്യാസ്തമയം കാണാൻ എത്തുന്ന ജനങ്ങളുടെ എണ്ണവും വളരെയേറെയാണ്. ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള ജനങ്ങളാണ് ഇവിടുത്തെ ബീച്ചിലേക്ക് സന്ദർശകരായി എത്തുന്നത്. വിനോദസഞ്ചാരത്തിനുപരിയായി ഓരോ കർക്കിടക മാസവും ഇവിടെ ബലിതർപ്പണത്തിന് എത്തുന്നത് ജനലക്ഷങ്ങളാണ്. ഇവിടെ നിൽക്കുന്ന തൂവെള്ള കുതിരയ്ക്ക് പോലും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പാറക്കെട്ടുകളോട് ചേർന്ന് ധാരാളം കഫേകളും റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും എല്ലാം വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ലിഫിലെ കഫേകളിലും റെസ്റ്റോറൻറ്റുകളിലും തകൃതിയായി DJ പാർട്ടികളും ബാൻഡുകളുടെ സംഗീത പരിപാടികളും നടക്കുന്നുണ്ട്. ഒരു വടക്കു കിഴക്കൻ സംസ്ഥാനക്കാരൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ ഞങ്ങൾ ചോദിക്കേണ്ട താമസത്തിൽ ഷൂട്ടിംഗ് ചെയ്തുകൊള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷൂട്ടിങ്ങിന് അനുവാദം നൽകുകയായിരുന്നു. ഞങ്ങൾ എത്തുന്ന സമയം അദ്ദേഹം എന്തൊക്കെയോ കരകൗശല വിദ്യയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമയം പോകാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. വിദേശികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആന്റിക് ഫോക്ലോർ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന കമ്മലുകളും മാലകളും വളരെ തിളക്കമേറിയ കല്ലുകളും മോതിരങ്ങളും എല്ലാമാണ് അദ്ദേഹത്തിന്റെ സുവനീർ ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്.
ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ട് നിന്ന സമയം ഏതൊക്കെയോ സ്വദേശ സഞ്ചാരികൾ അദ്ദേഹത്തിന്റെ ഷോപ്പിനുള്ളിൽ വന്ന് ഏതൊക്കെയോ സാധനങ്ങളുടെ വിലകളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞ് അപ്പോഴേക്കും ഞങ്ങൾ ഷോപ്പിൽ നിന്ന് പതുക്കെ ഇറങ്ങി. കടൽ അടിച്ച് കയറി വരെ തന്നെ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. എന്തെങ്കിലും ഒന്ന് അകത്തോട്ട് അടിച്ച് കയറ്റിയാലേ പറ്റുള്ളൂ. ഇന്നുണ്ട് ഭാസ്കര, ഇന്ന് എൻ്റെ വക ചെലവ്. കള്ളോ കരിമീനോ കൊഞ്ചോ കപ്പയോ ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ചെലവ്. എല്ലാവരും അടിച്ച് കയറി വാ. കുറച്ചു നേരം മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങൾ ബ്ലൂ മൂൺ കഫേയുടെ മുന്നിലെത്തി. മറ്റുള്ള കഫേയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ബ്ലൂ മൂൺ കഫേയിലെ ജീവനക്കാരുടെ മുഖഭാവം. കുറച്ച് സൗഹൃദ മുഖഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാൻ തീരുമാനിച്ചു. പ്രതീക്ഷിച്ച പോലെ ഒരു നോ ലഭിച്ചില്ല. ഷൂട്ടിംഗ് ചെയ്യാനുള്ള കാര്യം അവതരിപ്പിച്ചപ്പോൾ ഷൂട്ടിംഗ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. പാപനാശത്തു നിന്ന് തന്നെ പിടികൂടുന്ന മത്സ്യങ്ങൾ സന്ദർശകരുടെ ഇഷ്ടാനുസരണം തത്സമയം തന്നെ പാകം ചെയ്ത് കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഷൂട്ടിംഗ് ചെയ്യാനുള്ള അനുവാദത്തിനൊപ്പം അവിടുത്തെ ജീവനക്കാർ ഞങ്ങളുടെ കുറച്ച് സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയും ചെയ്തു. റെസ്റ്റോറൻറ്റ് പേര് ബ്ലൂ മൂൺ എന്നാണ്. ഇപ്പോൾ നോർമലി ഓഫ് സീസണാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് സീസണാണ്. ഒരു ഒക്ടോബർ ടു ഏപ്രിലാണ്, മാർച്ച് ഏപ്രിലാണ് സീസൺ ടൈം. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ബിസിനസ് കുറച്ച് ഡൗൺ ആണ്. ഇപ്പോൾ ഫോറിനേഴ്സില്ല, വെള്ളക്കാർ പൊതുവേ കുറവാണ്. ഇപ്പോൾ ലോക്കൽസിനെ വെച്ചാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്, ഹിന്ദി, മലയാളം. ലോക്കൽസ് വളരെ റയറാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സീ ഫുഡാണ്. നമ്മുടെ സ്പെഷ്യൽ സീ ഫുഡാണ്. സീ ഫുഡിൻ്റെ എല്ലാ വെറൈറ്റി ഡിഷുകളും ഉണ്ട്. ബനാന ലീഫാണ് വെരി സ്പെഷ്യൽ വരുന്നത്. വാഴയില പൊള്ളിച്ച മീനാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാ വെറൈറ്റിയുടെ തന്തൂര്, തവ ഫ്രൈ, ബാർബിക്യൂ, റോസ്റ്റ്, മസാല എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ചിക്കൻ്റെ മറ്റെല്ലാ ഡിഷുകളും ഉണ്ട്. ചൈനീസിലുണ്ട്, എല്ലാ ഡിഷുകളും ഉണ്ട്. സ്പെഷ്യൽ ഡ്രിങ്ക്സുകളും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്, കവർ ഉണ്ട്, ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഫുഡിന് കൊടുക്കുന്നു. അത്യാവശ്യം നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. റേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ മാക്സിമം റേറ്റ് ഇവിടെ സീ ഫുഡ് കഫേയാണ് സ്പെഷ്യലി. മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ചോയ്സാണ്. നമ്മൾ പറയുന്ന പ്രൈസിൽ ഏത് ഡിഷും നമ്മൾ ചെയ്ത് കൊടുക്കും. ബനാന ലീഫ് ആണെങ്കിലും വിത്ത് സൈഡ് കോംബോ ആണ് വരുന്നത്. സൈഡ് ഡിഷ് ചേർത്താണ് വരുന്നത്, ഇൻക്ലൂഡിങ് കുക്ക്. നൈറ്റ് ലൈഫ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരിക്കുകയാണ്. വിഷയമാണ്. ഇപ്പോൾ ലോങ് ടൈം പോകാൻ പറ്റത്തില്ല. 11 മണിയാണ് നമുക്ക് ടൂറിസം നമുക്ക് തന്നിരിക്കുന്ന ടൈം. 11 മണിയാണ്. പിന്നെ 11 മണിക്ക് കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്ന ഓർഡറൊന്നും നമ്മൾ എടുക്കുന്നില്ല. പിന്നെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് 12 മണി വരെ ഇരിക്കാനുള്ള ടൈം കൊടുക്കും. ക്ലിഫിൽ മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യമില്ല, ടൂറിസം ചെയ്യേണ്ട കാര്യമല്ല. ഒരുപാട് മാറ്റങ്ങൾ. അത് ഒന്നാമെന്ന് വെച്ചാൽ ഈ പാത്തൊക്കെ വളരെ ചെറിയ പാത്താണ്. ഈയിടയ്ക്ക് കുറച്ച് ഇടിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നൊക്കെ ഇടിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരുപാട് വിഷയങ്ങളുണ്ട്. ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഇല്ല നിലവിൽ. കാരണം വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഈ പിന്നെ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളിലാണ് യൂസ് ചെയ്യുന്നത്. പൊതുവേ അതിനുള്ള സംവിധാനം നിലവിലില്ല. ആരും ഇതിന് ഇതുപോലെ കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല. ഒരു വിഷയം നിലവിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് അവർ സൈലൻ്റാണ്. അതൊക്കെ ടൂറിസം ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ല. ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈഡ് ആ ബൗണ്ടറി കെട്ടി ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞതിന് ശേഷം. അല്ലാതെ വേറെ ഏതാണ്ട് ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫെയിലായിപ്പോയി. സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മെയിൻ്റനൻസ് ഇല്ല. അതാണ് മെയിൻ വിഷയം. ഷൂട്ടിംഗ് ചെയ്യാനുള്ള അനുവാദം കിട്ടിയപ്പോൾ ഞങ്ങൾ ബ്ലൂ മൂൺ കഫേയുടെ അപ്സ്റ്റേഴ്സിലേക്ക് ചെന്നു. അവിടെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏകാഗ്രരുണ്ട്, കുടുംബമായി വന്നവരുണ്ട്, സൗഹൃദ സംഘങ്ങളുണ്ട്. അവർക്കൊന്നും സ്വകാര്യത അധിക നേരം നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ബ്ലൂ മൂൺ കഫേയിൽ കുറച്ചും കൂടി സമയം ചെലവഴിക്കാൻ ഞങ്ങളിൽ പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് ഇനിയും പുരോഗമിക്കാനുള്ളതുകൊണ്ട് ബ്ലൂ മൂൺ കഫേയിലെ ജീവനക്കാരോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
ക്ലിഫിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ വെളിച്ചമില്ലാതായി തുടങ്ങി. കടകൾ അടയ്ക്കും തോറും വെളിച്ചത്തിൻ്റെ സാന്നിധ്യം ക്ലിഫിൽ നിന്നും ഇല്ലാതായി. സ്വദേശ വിദേശ സഞ്ചാരികൾ ഒരു വ്യത്യാസവുമില്ലാതെ ചെളിക്കുള്ളിലൂടെ ടോർച്ചും അടച്ച് നടന്നു പോകുന്ന കാഴ്ചയും വർക്കല ക്ലിഫിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ദൃശ്യം തന്നെയാണ്. വെളിച്ചം അന്വേഷിച്ച് മുകളിലേക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് പീസായി കിടക്കുന്ന ഓൺ ടൈം യൂസ് ലൈറ്റുകളാണ്. ക്യാമറയുടെ സാന്നിധ്യം എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞത് കേട്ട് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ക്യാമറകളായിരുന്നു. സമയം ഏകദേശം 10-10:30 ആയി കാണും. കടകളെല്ലാം മെല്ലെ അടച്ചു തുടങ്ങി. കടകളിലെ ലൈറ്റ് ഇല്ലാതാവും തോറും ക്ലിഫിൻ്റെ പാതയിലെ വെളിച്ചവും കുറഞ്ഞു തുടങ്ങി. മുന്നോട്ട് നടക്കും തോറും ഇരുട്ടിൻ്റെ കാഠിന്യം കൂടുന്നത് കണ്ട് ക്ലിഫിൻ്റെ അറ്റം കാണാൻ നിൽക്കാതെ ഞങ്ങൾ യാത്ര പകുതിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു വരികയായി. അനേകം വിസ്മയങ്ങൾ ഒരുക്കുന്ന ഈ വർക്കല ക്ലിഫിനെ പ്രകൃതി അണിയിച്ചൊരുക്കുന്നതിനൊപ്പം മനുഷ്യൻ്റെ കരവിരുത് കൂടി ചേർന്ന ലോകത്തിൻ്റെ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നാക്കി മാറ്റാൻ കഴിയും. എന്നാൽ ഇന്നും വെളിച്ചമെത്താത്ത പടവുകളും പാതയോരങ്ങളും എല്ലാം ഈ പ്രകൃതി വിസ്മയത്തെ നമ്മൾ വിസ്മരിക്കുന്നതിൻ്റെ ദൃക്സാക്ഷികളാണ്. Perfect view by the lake, let's rendezvous. Music up, me and you. It's you and me, baby. Hit the street, feel complete. Eyes replay on repeat. Hear the waves, perfect breeze. Don't it feel so This is the summer of love. Moving so fast, and it only comes once. So let's take this last. When the summertime calls, we'll make it a blast. 'Cause you only live once, so forget your place. The summer, we're gonna party tonight like no other. The best time of our lives, we're getting naughty. പോയി അനേകം വിസ്മയങ്ങൾ ഒരുക്കുന്ന ഈ ക്ലിഫിനെ ഒരു മനുഷ്യനായി. എന്നാൽ ഈ ഇടയ്ക്ക് പൊളിഞ്ഞു വീണ ക്ലിഫിൻ്റെ ഒരു ഭാഗവും ഇന്നും വെളിച്ചമെത്താത്ത പാതയോരങ്ങളും വഴികളും എല്ലാം ഈ ക്ലിഫിനോട് നമ്മൾ കാണിക്കുന്ന കണ്ട ഇവളിങ്ങനെ പോണതിനനുസരിച്ച് പതുക്കെ പോകണം. പതുക്കെ പോയി ഇവളങ്ങ് പോകുമ്പോഴത്തേക്കും അവിടെ വെച്ചത് ഇപ്പം അവിടെ ഉണ്ടല്ലോ, അവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. അപ്പം ഇവളങ്ങ് പോകും, ഞാനും അവനും കൂടി ഇങ്ങോട്ട് നടക്കും. മതി അത്രയും പോണ്ട, അവിടെ വന്നാൽ
ആയോ ഞാൻ കാണിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഇതുവഴി പോകും. ഇതാ ഇതിപ്പോ ഇവിടെ ഒരാൾ നിൽക്കുകയാണെന്ന് വെച്ചോ. ഇവിടെ അവൻ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. വന്നോടാ വേണ്ട. ഈ ക്യാമറയുടെ നടുക്ക് വരണം നമ്മള്. ക്യാമറയുടെ നടുക്ക് നമ്മൾ വരണം. എപ്പോഴത്തേക്കും എന്താ അവിടെ വെച്ച് നമ്മൾ കാണും. അപ്പൊ ഇങ്ങനെ വരണം. ക്യാമറ നോക്കി ഒന്നും കൂടെ ഇനി അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവിടെ നിന്നാണ് വേണ്ടത്. അവിടുത്തെ രണ്ടുപേരെയാണ് കണ്ടുണ്ട്. ക്യാമറയുടെ നടുക്ക് ഇരിക്കും എപ്പോഴും ആള് ക്യാമറയുടെ നടുക്ക് വെച്ച് നമ്മളത് മീറ്റ് ചെയ്യണ പോലെ. എന്നിട്ട് പോട്ട് അവിടെ എത്തുമ്പോഴേ നമ്മൾ വരുള്ളൂ. എന്നിട്ട് നമ്മൾ ഇപ്പൊ അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരണം. റെക്കോർഡായിരിക്കുകയാണ്. വീഡിയോയോ